എറണാകുളം മഹാരാജാസ് കോളേജ് സ്റ്റേഡിയം പവലിയനിലെ കടമുറികൾ വാടകയ്ക്ക് നൽകിയതിൽ കോളേജിന് ലഭിക്കാനുള്ളത് 2.5 കോടിയോളം രൂപ. കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും താത്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകാനും ഉപയോഗിക്കേണ്ട തുകയാണ് വർഷങ്ങളായി കുടിശ്ശികയായി കിടക്കുന്നത്. മഹാരാജാസ് കോളേജ് സ്റ്റേഡിയം പവലിയനിൽ 14 കടമുറികളാണുള്ളത്. ഇതിൽ 13 കടമുറികളാണ് വാടകയ്ക്ക് നൽകിയിട്ടുള്ളത്. 13 സ്ഥാപനങ്ങളും വാടക കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. 2022 സാമ്പത്തിക വർഷം വരെ 1,34 ലക്ഷം രൂപയായിരുന്നു കുടിശ്ശിക. പിന്നീട് കണക്ക് പ്രകാരം ഇത് 2,47 ലക്ഷം രൂപയായി വർദ്ധിച്ചു. 10 ലക്ഷം രൂപ മുതൽ 28 ലക്ഷം വരെയാണ് ഓരോ സ്ഥാപനങ്ങളുടെയും കുടിശ്ശിക. ഒരു ചതുരശ്ര അടിക്ക് 32.22 രൂപ നിരക്കിലാണ് മുറികൾ വാടകയ്ക്ക് നൽകിയിരിക്കുന്നത്. കുടിശ്ശിക സംബന്ധിച്ച കണക്ക് വിവരാവകാശ പ്രകാരം ചോദിച്ചുവെങ്കിലും ആദ്യം കോളേജ് അധികൃതർ നൽകിയിരുന്നില്ല. പിന്നീട് അപ്പീൽ നൽകിയാണ് ഇത് ലഭ്യമാക്കിയത്. മറുപടി നൽകാൻ വിസമ്മതിച്ചതിലൂടെ വാടക കുടിശ്ശിക വരുത്തിയവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോളേജ് അധികൃതർ സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം. അപ്പോൾ കോളേജ് അധികാരികൾ കൃത്യമായിട്ട് ഈ വാടക കുടിശ്ശിക തുക പിരിച്ചെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോളേജ് അധികാരികൾക്ക് ഈ വാടക കുടിശ്ശിക പിരിച്ചെടുക്കാൻ കഴിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തുക പിരിച്ചെടുക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതാണ്. മാത്രമല്ല, ഈ അധ്യയന വർഷത്തെ കോളേജിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചുകൊണ്ട് ഇപ്പോൾ ഈ അധ്യയന വർഷം ആരംഭിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ വികസനത്തിന് വേണ്ടി ഈ പണം ചെലവഴിക്കാനായിട്ട് അടിയന്തരമായിട്ട് ഈ തുക പിരിച്ചെടുക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് വാടക കുടിശ്ശിക പിരിക്കാനുള്ള നടപടി സ്വീകരിച്ചു തുടങ്ങിയതായി കോളേജ് അധികൃതർ വ്യക്തമാക്കി. ഒഴിഞ്ഞുകിടക്കുന്ന ഒരു കടമുറി ലേലം ചെയ്യാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.